ബങ്കറുകളിലും അതീവ രഹസ്യ കേന്ദ്രങ്ങളിലുമായി ചൈന ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മാരക രഹസ്യം ഒടുവിൽ പുറത്താവുകയാണോ? ആഗോള സുരക്ഷയെയും ലോകശക്തികളുടെ സന്തുലിതാവസ്ഥയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. വർഷങ്ങളായി തങ്ങളുടെ ആണവ പദ്ധതികളെയും ആയുധശേഖരത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ചൈന ലോക കണ്ണുകളിൽ നിന്ന് അതീവ രഹസ്യമായി മറച്ചുവെക്കുകയായിരുന്നു. എന്നാൽ വൻശക്തി രാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പാശ്ചാത്യ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ലോകം ഞെട്ടലിലാണ്. ആർക്കും പിടികൊടുക്കാത്ത വേഗത്തിലാണ് ചൈന തങ്ങളുടെ ആണവശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചൈനീസ് കോട്ടയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ആ ആണവായുധങ്ങളുടെ യഥാർത്ഥ വലുപ്പം? അമേരിക്കയെയും മറ്റ് ലോകശക്തികളെയും ലക്ഷ്യമിട്ട് ചൈന തയ്യാറാക്കുന്ന ആ രഹസ്യ ആണവതന്ത്രം എന്തായിരിക്കാം? ചൈനയുടെ ഔദ്യോഗിക നിലപാടനുസരിച്ച് അവരുടെ ആണവ നയം പൂർണ്ണമായും പ്രതിരോധാധിഷ്ഠിതമാണ്. നോ ഫസ്റ്റ് യൂസ് അഥവാ ഒരു സംഘർഷത്തിൽ ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന നയമാണ് ചൈന വർഷങ്ങളായി പാലിക്കുന്നതെന്ന് ചൈനീസ് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ആണവശക്തി മാത്രമാണ് തങ്ങൾ നിലനിർത്തുന്നതെന്നും ആണവായുധ മത്സരത്തിൽ ഒരിക്കലും പങ്കെടുത്തിട്ടില്ല എന്നുമാണ് ചൈനയുടെ വാദം. ആണവ നിർവ്യാപനത്തിനും ആഗോള തന്ത്രപരമായ സ്ഥിരതയ്ക്കും ചൈന പ്രതിജ്ഞാബദ്ധമാണെന്നും ചൈന അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായ ചിത്രം തന്നെയാണ് വിവിധ അന്താരാഷ്ട്ര പഠനങ്ങളും രഹസ്യാന്വേഷണ വിലയിരുത്തലുകളും മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പുതിയ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചതിന് ശേഷം ചൈനയുടെ ആണവ വികസനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുതൽ ശക്തമായിട്ടുണ്ട്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ത്രികക്ഷി ആണവായുധ നിയന്ത്രണ ചർച്ചകളിൽ പങ്കെടുക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ചൈന പലതവണ നിരസിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഭൂരിഭാഗം ആണവായുധങ്ങളും ഇപ്പോഴും അമേരിക്കയുടെയും റഷ്യയുടെയും കൈവശമാണെന്നും അതിനാൽ ആണവ നിരായുധീകരണത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം ഈ രണ്ട് രാജ്യങ്ങൾക്കുമാണ് എന്നാണ് ചൈനയുടെ നിലപാട്. അതേസമയം ചൈനയുടെ ആണവശേഖരം അതിവേഗം വളരുകയാണെന്ന പ്രമുഖ ഗവേഷണ സ്ഥാപനമായ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലയിരുത്തുന്നു. ഈ ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ പ്രകാരം 2026 തുടക്കത്തിൽ ചൈനയുടെ കൈവശം ഏകദേശം 620 ആണവ വാർഹെഡുകൾ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഓരോ വർഷവും 100ഓളം പുതിയ വാർഹെഡുകൾ ചൈന കൂട്ടിച്ചേർത്തതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് 2030ഓടെ ചൈനയുടെ ആണവശേഖരം 1000 വാർഹെഡുകൾ കടന്നേക്കാമെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനോടൊപ്പം അവ പ്രയോഗിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചൈന വ്യാപകമായി നവീകരിക്കുകയാണ്. പ്രത്യേകിച്ച് മിസൈൽ സൈലോകളുടെ നിർമ്മാണമാണ് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കാനും വിക്ഷേപിക്കാനും ഉപയോഗിക്കുന്ന 100 കണക്കിന് ഭൂഗർഭ സൈലോകൾ ചൈനയുടെ വടക്കൻ മേഖലകളിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സിൻജിയാങ് മേഖലയിലെ മരുഭൂമികളിൽ വലിയ തോതിലുള്ള ലോഞ്ച് പാഡുകൾ, ഹാൻഡൻസ് ബങ്കറുകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ആണവാക്രമണത്തിന് ശേഷവും തിരിച്ചടിക്കാൻ കഴിയുന്ന സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ നീക്കങ്ങളെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി ചൈന തങ്ങളുടെ ആണവശക്തി കൂടുതൽ പരസ്യമായി പ്രദർശിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട്. 2024 പസഫിക് സമുദ്രത്തിലേക്ക് ഒരു നിരായുധ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ചൈന വിക്ഷേപിച്ചത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 1980 ശേഷമുള്ള ആദ്യത്തെ ദീർഘദൂര പരീക്ഷണമായിരുന്നു ഇത്. പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച മിസൈൽ ഹവായിക്ക് തെക്ക് കിഴക്കുള്ള ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ചൈനയുടെ തന്ത്രപരമായ ആക്രമണശേഷി ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള സന്ദേശമായാണ് ഈ പരീക്ഷണത്തെ പലരും വിലയിരുത്തിയത്. 2025 രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സൈനിക പരേഡിൽ ചൈന ആദ്യമായി തങ്ങളുടെ ആണവത്രയം പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. കര, കടൽ, വായു എന്നീ 3 മാർഗങ്ങളിലൂടെയും ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയാണ് ആണവത്രയം എന്ന് വിളിക്കുന്നത്. കര അധിഷ്ഠിത അന്തർഖണ്ഡ മിസൈലുകൾ, ആണവ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ, തന്ത്രപ്രധാന ബോംബറുകൾ എന്നിവയുടെ പ്രദർശനം ചൈനയുടെ സൈനിക ശക്തിയുടെ പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് പുതിയ തലമുറ ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായ DF-31, DF-41, DF-5C തുടങ്ങിയ സംവിധാനങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തെയും ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഭൂഖണ്ഡം, യൂറോപ്പ്, ഇന്തോ പസഫിക് മേഖല എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ വരെ ഈ മിസൈലുകളുടെ പരിധിയിൽ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. DF-31 ചൈനയുടെ ആദ്യ തലമുറ മൊബൈൽ അന്തർഖണ്ഡ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഖരേന്തരം ഉപയോഗിക്കുന്ന ഈ മിസൈൽ റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ഏകദേശം 7000 മുതൽ 10,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള DF-31ന്റെ നവീകരിച്ച പതിപ്പുകളായ DF-31A, DF-31AG എന്നിവയ്ക്ക് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ദീർഘദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. DF-5C എന്നത് ചൈനയുടെ പഴയ DF-5 ശ്രേണിയുടെ ഏറ്റവും പുതിയതും കൂടുതൽ ശേഷിയുള്ളതുമായ പതിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ ഭൂഗർഭ സൈലോകളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ചൈനീസ് സർക്കാർ ഇതേക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ചൈനീസ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം DF-5Cക്ക് 20,000 കിലോമീറ്ററിലധികം ദൂരപരിധി ഉണ്ടായേക്കാമെന്നും
ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും എത്തിച്ചേരാനുള്ള ശേഷി ഇതിന് ഉണ്ടാകാമെന്നുമാണ് വിലയിരുത്തൽ. മാത്രമല്ല, അടുത്തിടെ ചൈന തങ്ങളുടെ അത്യാധുനിക ICBM പസഫിക് സമുദ്രത്തിലേക്ക് വിജയകരമായി പരീക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു. ഏകദേശം 11,500 കിലോമീറ്ററിലധികം സഞ്ചരിച്ച ഈ മിസൈൽ പരീക്ഷണം 1980-കൾക്ക് ശേഷം അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ ചൈന നടത്തുന്ന ആദ്യത്തെ പരസ്യ പരീക്ഷണമാണ്. തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾക്ക് ലോകത്തിന്റെ ഏത് കോണിലും പ്രഹരശേഷി ഉണ്ടെന്ന് തെളിയിക്കാൻ DF-31AG അല്ലെങ്കിൽ DF-41 മിസൈലുകളാണ് ചൈന ഇതിനായി ഉപയോഗിച്ചതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ചൈനയുടെ ആണവ വികസനം ലോകത്ത് പുതിയൊരു ആണവ മത്സരത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാണ്. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ മത്സരം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആഗോള സുരക്ഷാ ക്രമത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി ചൈനയുടെ വളരുന്ന ആണവശക്തിയെ വിദഗ്ധർ കാണുന്നു. ചൈനയുടെ ആണവ നയം യഥാർത്ഥത്തിൽ പ്രതിരോധത്തിൽ മാത്രം അധിഷ്ഠിതമാണോ, അതോ ആഗോള ശക്തി സന്തുലിതാവസ്ഥ പുനർനിർവചിക്കാനുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം വരും വർഷങ്ങളിലും ലോകരാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായി തുടരുമെന്നതിൽ സംശയമില്ല.